പ്രതിസന്ധികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ അതിനു മുകളിൽ പറന്നുയരുമ്പോഴാണ് യഥാർത്ഥ പ്രതിഭകൾ ജനിക്കുന്നത്. വനിതാ പ്രതിഭകളുടെ ഈ വേദിയിലേക്ക് സ്വാഗതം. Let's begin the show. This is Chungat Jewelry Red Carpet. ആനന്ദവും ആസ്വാദനവും അത്ഭുതവും നിറയുന്ന ഈ വേദിയിലേക്ക്, റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഇന്നത്തെ വനിതാ പ്രതിഭയായ നമ്മുടെ ഗസ്റ്റിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. മലയാള തനിമയുള്ള നമ്മുടെ ഒരു അഭിനേത്രി, ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച അഭിനേത്രി, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ അനുമോൾ. അനു, റെഡ് കാർപ്പറ്റിനെ കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് പറയൂ, എന്നെ കുറിച്ചും. സ്വാസിക പിന്നെ എനിക്ക് പണ്ട് മുതലേ അറിയാം. നമ്മളൊരു പടം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കൊച്ചി എന്റെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അധികം പറയണ്ട, പറയാൻ പറ്റില്ല. പിന്നെ റെഡ് കാർപ്പറ്റ് നമ്മളൊക്കെയും ഉണ്ടാവില്ലേ, ചില വീഡിയോ കണ്ടു കഴിയുമ്പോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നമുക്ക് തോന്നില്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കുറെ ടാലൻസ് കാണുമ്പോ എല്ലാരും ഒന്ന് ആലോചിക്കും, ഇതിലേതെങ്കിലും ഒന്ന് ഞാനും ട്രൈ ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ ഉള്ളിലുണ്ടെങ്കിൽ അതൊന്ന് പൊടി തട്ടി എടുക്കാം. നമുക്ക് ചിലപ്പോ നമുക്ക് കാണുമ്പോ തോന്നും നമ്മളുടെ ഉള്ളിലെ മടിയൊക്കെ ഒന്ന് മാറ്റണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ സ്പേസ് ഉണ്ടാവുമ്പോൾ ആളുകൾക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ. ഇപ്പൊ നമ്മളാണെങ്കിലും സ്റ്റേജ് കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ, നമ്മൾ കൂടുതൽ കളിക്കും. അതുപോലെ എനിക്ക് തോന്നുന്നു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ ആൾക്കാർ ഒന്നും കൂടെ ഇതിനു വേണ്ടി പ്രിപ്പയർ ആവാനും ഒക്കെ ശ്രമിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി അനുവിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, അതായത് അനു ചെയ്ത കഥാപാത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഫേവറേറ്റ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത ക്യാരക്ടർ, അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ്? ഒന്ന്, എന്നെ എല്ലാവരും കുറ്റം പറയുന്ന ഒരു കാര്യമാണ്, ഒരുപാട് ഫിൽട്ടർ ചെയ്യണ്ട, ഇത്ര സെലക്റ്റീവ് ആവണ്ട പറയും. അപ്പൊ അതുകൊണ്ട് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ചെയ്തതിൽ 90% സ്ത്രീകളെയും എനിക്ക് ഇഷ്ടമായിട്ട് തന്നെ ചെയ്തതാണ്. 1-2 മാത്രമാണ് നമ്മളുടെ ഒരു ടീം ഇത് നമ്മളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ചെയ്യാം അവർ പോകുന്നില്ല എത്ര പറഞ്ഞിട്ടും എന്നുള്ള രീതിയിൽ 1-2 ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബാക്കി 90% സ്ത്രീകളെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഥാപാത്രത്തിനോട് പ്രണയം തോന്നിട്ട് തന്നെയാണ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരുപാട് വായിക്കുന്ന ഒരാളാണല്ലോ, അപ്പൊ ഇങ്ങനെ ആയിരുന്നു ആ സമയത്ത് നമ്മൾ വായിച്ച ഏതെങ്കിലും ഒരു സ്ത്രീ കഥാപാത്രത്തിന് ഇഷ്ടം തോന്നി, എനിക്ക് അങ്ങനെ ഇഷ്ടം തോന്നിയിട്ട് ചെയ്തതാണ്. അത് ഭയങ്കര ഒട്ടും പ്രിപ്പയർഡും പ്ലാൻഡും അങ്ങനെ വർക്ക് ചെയ്തതൊന്നും അല്ല കേട്ടോ. 7th or 8th പഠിക്കുമ്പോഴാണ് ഞാൻ മലയാറ്റൂരിന്റെ യക്ഷി നോവൽ വായിക്കുന്നത്. അതാണ് അകം സിനിമയായത്. അപ്പം ഞാനും ഡയറക്ടറും ഒരേപോലെ ഞെട്ടിപ്പോയി. ഡയറക്ടർ എന്നോട്, അനു നമ്മൾ ഇതാണ് ചെയ്യുന്ന ഫിലിം എന്ന് പറഞ്ഞ പടം ഞാൻ ഈ സീൻസ് ഒക്കെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡയറക്ടറും ഇത് വായിച്ചതാണോ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് എനിക്കും. ഞാൻ യക്ഷി വായിച്ച സമയത്ത് നമ്മൾ ആ രാഗിണി എന്ന് പറയുന്ന സ്ത്രീനെ നമ്മൾ ആലോചിക്കുകയും നമ്മളൊരു 2-3 ദിവസം രാഗിണിയെ മനസ്സിലിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടർ, ഒരു ഗംഭീര സ്ത്രീയാണത്. മാധവിക്കുട്ടിയായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഓഫർ വരുമോ, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കമൽ സാറാണ് അത് പറയേണ്ടത്. കമൽ സാറ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മഞ്ജു ചേച്ചി വന്നപ്പോ മഞ്ജു ചേച്ചി മാറി. ചിലപ്പോ അത് കുറച്ചും കൂടി ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി ബിഗ് ബഡ്ജറ്റ് ആണ്. അതെന്താ വെച്ചാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു സിസ്റ്റമാണ് അത്. അപ്പം വലിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റ് വാല്യൂ എന്നാണല്ലോ പറയാം. അപ്പൊ മാർക്കറ്റ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റ് ചെയ്യുന്ന അങ്ങനെ ചെയ്തതാ മഞ്ജു. പക്ഷെ എനിക്ക് ആര് ചെയ്താലും എനിക്ക് ഇഷ്ടമാണ് മാധവിക്കുട്ടിയെ സ്ക്രീനിൽ കാണും. മാധവിക്കുട്ടിയോട് എനിക്കുള്ള ഇഷ്ടം എന്താ വെച്ചാൽ അവരുടെ അത്ര ഫ്രീഡം ആസ്വദിച്ചൊരു സ്ത്രീ ആരുണ്ട്. അപ്പം അവരോട് ആ കാര്യത്തിലാണ് നമുക്ക് കുശുമ്പ് വരെ. എന്തൊരു ഫ്രീഡം, അവർക്ക് എത്ര അവരായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരു കുശുമ്പാണ് അവര്. ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നു, സ്ത്രീ സ്വാതന്ത്ര്യം, അതിനുവേണ്ടി ഒരുപാട് സമരങ്ങളും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും അനുവിന്റെ ഒരു കാഴ്ചപ്പാടില്, അനുവിന്റെ പെർസ്പെക്റ്റീവിൽ എന്താണ് ഒരു സ്ത്രീ സ്വാതന്ത്ര്യം? സ്ത്രീ സ്വാതന്ത്ര്യം എന്നല്ല, ബേസിക്കലി ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ നമ്മൾക്ക് ശരി തെറ്റുകൾ തിരിച്ചറിഞ്ഞ് നമ്മളുടെ ശരികൾക്ക് വേണ്ടി നിലകൊള്ളാനും നമ്മളുടെ തെറ്റുകളെ എതിർക്കാനും അത് വിളിച്ചു പറയാനുമുള്ള ഒരു ധൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഫ്രീഡം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടോ അനു ഒരു ഫെമിനിസ്റ്റ് ആണെന്ന്? ആണോ? അതെന്താ വെച്ചാല് ഫെമിനിസം എനിക്ക് ഒരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ ഫെമിനിസ്റ്റ് ആണ്. പക്ഷെ ഇപ്പമുള്ള ഫെമിനിസം ഞാൻ മനസ്സിലാക്കിയ ഒരു ഫെമിനിസമായിട്ട് എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. അത് ശരി, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയല്ല, ഇപ്പം ബേസിക്കലി നമ്മൾക്ക് അറിയാതെ പോകുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് ഫെമിനിസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ കേട്ടോ, ഈ അപ്കമിങ് കുട്ടികളുടെ ഒരു ജനറേഷന് ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു കൺഫ്യൂഷൻ. അപ്പൊ ഇനി നമുക്ക് റെഡ് കാർപ്പറ്റിന്റെ നമ്മുടെ ആ ബ്യൂട്ടിഫുൾ പെർഫോമറെ കാണാനായിട്ടുള്ള സമയമാണ്. ആരാണ് എന്താണെന്നൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, നമുക്ക് ആദ്യം അവരുടെ ഒരു വിഷ്വൽ കാണാം. ഓക്കെ.
നിൽക്കുന്നത് കുന്നൂർശാല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുമ്പിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കാച്ചാണി എന്ന് പറയുന്ന സ്ഥലത്താണ്, അരുവിക്കരയ്ക്കടുത്ത്. ഇന്ന് ഇവിടുത്തെ ഉത്സവമാണ്. ഇന്ന് വളരെ എന്താണ് ഒരുപാട് കലാപരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തായാലും വന്നത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു. എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഇപ്പം അനൗൺസ്മെന്റ് വന്നു, നാടകം, ഓട്ടൻതുള്ളൽ, അങ്ങനെ കരോക്കെ ഗാനമേള, അങ്ങനെയൊക്കെ പലതും കേൾക്കുന്നുണ്ട്. പക്ഷെ ഓട്ടൻതുള്ളൽ എന്ന് പറയുന്ന ആ ഒരു കല അവതരിപ്പിക്കുന്നത് ഒരു സ്ത്രീയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ഒന്ന് എടുക്കണം. അപ്പോൾ നമുക്ക് ആരാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ഇന്നത്തെ എൻ്റെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പോയത് ഓട്ടൻ തുള്ളൽ എന്നുള്ള ഈ കലാരൂപത്തിലോട്ടാണ്. ആൻഡ് ഇത് അവതരിപ്പിക്കുന്ന ഒരു സ്ത്രീയാണ്, അഞ്ജന ശ്രീകുമാർ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും ഇത് എന്നെൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ ഇവരെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കണ്ടെത്തണം. അതിന് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഉള്ളവരോട് തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടാ, ഈ അഞ്ജന ശ്രീകുമാർ എവിടെയുള്ള ആളാണ്? അവരെ ഒന്ന് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാവുമോ? അതല്ലേ ചേട്ടാ, ഈ അഞ്ജന ശ്രീകുമാറിൻ്റെ ഹസ്ബൻഡാണ്. നമ്മുടെ ടൈമിംഗ് തന്നെ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. നമ്മൾ ഉദ്ദേശിച്ച ആളെ തന്നെ കിട്ടി. ഓട്ടൻതുള്ളൽ കലാകാരി അഞ്ജന ശ്രീകുമാറിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ അടുത്ത് കുന്നൂർശാല ക്ഷേത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഓട്ടൻതുള്ളൽ ഇന്നുണ്ട് വൈകിട്ട്. എത്ര വർഷമായി ഈ ഓട്ടൻതുള്ളൽ എന്നുള്ള ഈ ഒരു കലാരൂപമായിട്ട് മുന്നോട്ട് പോകുന്നു? അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്? എന്തൊക്കെയാണ് പേഴ്സണലി എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാൻ നിലവിലിപ്പോൾ അഡ്വക്കേറ്റാണ്. ഓ ഈശ്വര. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു ചേഞ്ച് വരുത്താണ്. അഡ്വക്കേറ്റ് അഞ്ജന ശ്രീകുമാർ അല്ലേ? അപ്പം ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല. അപ്പൊ എങ്ങനെയാണ് അഡ്വക്കേറ്റ്, ലോയർ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്? 27 വർഷമായി ഞാൻ തുള്ളൽ കലാകാരിയായിട്ട്. അഡ്വക്കേറ്റ് ആയിട്ട് 13 വർഷമാകുന്നു. ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു തുള്ളൽ കലാകാരി എന്നുള്ള നിലയിലാണ്. പക്ഷെ പ്രാക്ടീസ് ഞാൻ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തീരെ സമയം കിട്ടാത്തത് കൊണ്ടാണ് കോടതിയിലോട്ട് പോകാൻ സമയം കിട്ടുന്നില്ല. വളരെ ചെറുപ്പം തൊട്ടേ എനിക്കൊന്ന് പഠിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ആക്ച്വലി എനിക്കിതിൽ പ്രചോദനമായത് അച്ഛനാണ് ഇതിൻ്റെ അച്ഛനാണ്. നമസ്കാരം അച്ഛ. ഞാൻ തുടങ്ങിയ കാലത്ത് സ്ത്രീകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാഥാസ്ഥിതിക കുടുംബത്തിലെ അംഗമായതുകൊണ്ട് തന്നെ എതിർപ്പുകൾ, കാരണം പബ്ലിക്കിനിടയിൽ പോയി ഒരു പെൺകുട്ടി പ്രോഗ്രാം അവതരിപ്പിച്ച് അതിൽ നിന്ന് കാശുണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു. പലപ്പോഴും വിവാഹമൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നിലോട്ട് പോവാനാണ് സ്ത്രീകൾ ശ്രമിക്കാറുള്ളത്. ശരിക്കും എത്രത്തോളമാണ് ടോട്ടൽ ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത്? എൻ്റെ ഫുൾ ഫാമിലി സപ്പോർട്ടിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഭർത്താവിനോടാണ്. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ വിൻചേട്ടനാണ്, അദ്ദേഹത്തിൻ്റെ ഫാമിലി. വളരെയധികം സ്നേഹത്തോടെ അഭിമാനത്തോടുകൂടി നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഞ്ജന ശ്രീകുമാർ. സോ ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വന്നിരിക്കുന്ന ഒരു ഗസ്റ്റാണ്. ഞാൻ പറയുമായിരുന്നു, ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ളൊരു അതിഥി തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം വെറും ഒരു ഓട്ടംതുള്ളൽ ചെയ്യുന്ന ആളല്ലല്ലോ, ഒരു ഓൾറൗണ്ടറാണ്. ഒരു അമ്മയാണ്, ഭാര്യയാണ്, അഡ്വക്കേറ്റ് ആണ്. ഓട്ടംതുള്ളൽ നന്നായിട്ട്. എത്ര വർഷമായി ചേച്ചി ഓട്ടംതുള്ളൽ? 27 വർഷം കഴിഞ്ഞു. ഏത് വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്? 8ാമത്തെ വയസ്സിൽ. ചേച്ചിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നോ? 8ാമത്തെ വയസ്സിൽ നമുക്ക് പാരന്റ്സ് ചേർത്തതായിരിക്കും. പക്ഷേ ക്ഷേത്രകലകള് കാണിച്ചു തന്ന് അതിലൊരു താല്പര്യം ഉണ്ടാക്കിയെടുത്തിരുന്നു അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ. അമ്മ സപ്പോർട്ടാണ്. കഥകളിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുള്ളലിനൊപ്പം എനിക്ക് കഥകളിയും പഠിപ്പിച്ചു അച്ഛൻ.
ചാക്യാർകൂത്ത് പഠിപ്പിച്ചു. ഓ അതൊക്കെ അറിയൂല്ലേ? എല്ലാം പഠിപ്പിച്ചു, പാഠകം പഠിപ്പിച്ചു. അച്ഛൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്നെ ഒരു നല്ല കലാകാരിയാക്കുക, വിദ്യാഭ്യാസം മാക്സിമം തരിക, ഒപ്പം ഒരു നല്ല കലാകാരിയാക്കുക. പിന്നെ എപ്പോഴും ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് എൻ്റെ ഭർത്താവ്. അതേ ചോദിക്കാനിരിക്കരുത്. ഭർത്താവിന്റെ ഒരു കട്ട സപ്പോർട്ട് ഉണ്ടല്ലേ? പിന്നല്ലേ പുള്ളിയുടെ സപ്പോർട്ടാണ് എന്നെ ഇതുവരെയും എന്നെ എത്തിച്ചത്. അദ്ദേഹം കലാകാരനാണോ? ഒരിക്കലും ആസ്വാദകനാണ്. അതെ, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. തീർച്ചയായിട്ടും. നമസ്കാരം, ചേട്ടന്റെ പേര് പറയൂ. പേര് ബിനു. ചേച്ചിയുടെ എല്ലാ കലാരൂപങ്ങളും കണ്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. അതിനു മുൻപ് വേറെ ആരോടെങ്കിലും ചേട്ടന് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനോടത്ത് ആ ഒരു ബഹുമാനം അല്ലെങ്കിൽ അവരെ നേരിട്ട് പോയി കാണാൻ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തില്? കലയൊക്കെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. താളം ഭയങ്കര ഇഷ്ടമാണ്. തൃശ്ശൂർ പൂരമൊക്കെ കാണാൻ എല്ലാ വർഷവും പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ചെറിയ എതിർപ്പ് പോലെ ആയിരുന്നു. സമയത്ത് വീട്ടിലില്ല. പിന്നെ അത് മാറി അച്ഛനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ തന്നെയാണ് ഒരു 8 വർഷം പോകുന്നതൊക്കെ അല്ലേ? ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ സർക്കാർ ജീവനാണ്. ഞാൻ സപ്ലൈക്ക് വർക്ക് ചെയ്യുന്നു. ഓ അത് ശരി. അപ്പൊ ബാക്കി മക്കളൊക്കെ? ഇത് മകനാണ്, ഇത് മകളാണ്. ഓക്കെ. ഇവർ രണ്ടുപേരും മൃദംഗം ചെറുപ്പത്തിലെ 13 വയസ്സ് മുതൽ കൂടെ ഉള്ള ആളാണ്. ഓ അത് ശരി. അദ്ദേഹത്തിന്റെ വൈഫാണ്. പാട്ട്. അപ്പൊ എല്ലാവരെയും നമുക്ക് കൂടുതൽ പരിചയപ്പെടണം. ഓക്കെ. അപ്പൊ ചേച്ചി, അതായത് ഇപ്പൊ ചാക്യാർകൂത്തിന്റെ എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പറയാൻ അങ്ങനെയൊക്കെ പറ്റുമോ ഈ പരിപാടിയെ കുറിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച്? ഇപ്പൊ ഞങ്ങളുടെ ഡ്രസ്സിനെ കുറിച്ച് കളിയാക്കിയാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒന്ന് പറയോ? പറയണോ അല്ലേ? കുറെ കാലമായി ചെറുത്ത് ഓർമ്മയുണ്ടെങ്കിൽ മാത്രം, കുഞ്ഞതായിട്ട്. എങ്കിലോ പണ്ട് ഭക്തവത്സലനായിരിക്കുന്ന സ്വാമി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരമഭക്തന്മാരായിരിക്കുന്ന പാണ്ഡവർ പാഞ്ചാലദേശത്തെ പ്രാപിപൂതം ചെയ്തതിന് ശേഷം ആ പാഞ്ചാലിയുടെ വിവാഹത്തിന് എത്തിയവരൊക്കെ നല്ല വേഷഭൂഷാദികളായിട്ടൊക്കെ ഇരിക്കണുണ്ടല്ലോ. എവിടേക്കാ? വിവാഹത്തിലേക്കാണില്ലേ? ആയിക്കോട്ടെ, കൊള്ളാം, നന്നാവണുണ്ട്. മാത്രല്ല വിഭവസമൃദ്ധായ സദ്യ ഉണ്ട് കേട്ടോ, ഓർക്കുക. ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ആരെങ്കിലും ഒന്ന് കളിയാക്കണം ചാക്യാർകൂത്തിലൂടെ. ഒരുപാട് സന്തോഷം ചേച്ചി, പെട്ടെന്നത് പറഞ്ഞപ്പോ വേഗം അത് പറഞ്ഞല്ലോ. അപ്പൊ പെർഫോമൻസ് കാണാം. ഇനി അധികം സമയം കളയണ്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുംഭീന്ദ്രൻ പോലെ വക്രം കുടവയറുമിയെന്നോരു ചാരുസ്വരൂപം, മുമ്പിൽ ശ്രീ പാർവതിക്കും ശിവനുമിക പിറന്നോരു ഓമലുണ്ണി ഗണേശ, വൻപിച്ചുള്ളോരു വിഘ്നം വിരവിനോടഖിലം തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ, വൻപേറും തമ്പുരാനെ തവ പദകമലം സന്തതം കൈതൊഴുന്നേ. വൻപേറും തമ്പുരാനെ തവ പദകമലം സന്തതം കൈതൊഴുന്നേ. വന്നു പതിച്ചെന്നോർത്തു കിരീടി, വന്നു പതിച്ചെന്നോർത്തു കിരീടി, ചെന്നു കരത്തിലെടുത്തൊരു സമയേ, വന്നു പതിച്ചെന്നോർത്തു കിരീടി, ചെന്നു കരത്തിലെടുത്തൊരു സമയേ, വന്നു സമീപേ നിന്നു കിരാതൻ, വന്നു സമീപേ നിന്നു കിരാതൻ, ഒന്നു കയർത്തു പറഞ്ഞു തുടങ്ങി, വന്നു സമീപേ നിന്നു കിരാതൻ, ഒന്നു കയർത്തു പറഞ്ഞു തുടങ്ങി. നമ്മുടെ ബാണം മോഷ്ടിപ്പാനോ, നമ്മുടെ ബാണം മോഷ്ടിപ്പാനോ, ഈ ദുർമതി വന്നു തപം ചെയ്യുന്നു, നമ്മുടെ ബാണം മോഷ്ടിപ്പാനോ ദുർമതി വന്നു തപം ചെയ്യുന്നു. അമ്പുകളില്ല നിനക്കെന്നാലിനി, അമ്പുകളില്ല നിനക്കെന്നാലിനി, അമ്പുകൾ കൊണ്ടുവരുത്തിക്കോ, അമ്പുകളില്ല നിനക്കെന്നാലിനി, അമ്പുകൾ കൊണ്ടുവരുത്തിക്കോ
കവർന്നാൽ ഉടനെ തന്നെ വിട്ടുതരും അത് സംശയമില്ല. കണ്ണുമടച്ചതു കള്ളൻ നിന്നു തപം ചെയ്യുന്നു. കൊള്ളാമിന്നിതു വഴിപോക്കർക്ക് ഉള്ള ധനങ്ങൾ പിടിച്ചു പറിപ്പാൻ. കൊള്ളാമിന്നിതു വഴിപോക്കർക്കെന്നുള്ള ധനങ്ങൾ പിടിച്ചു പറിപ്പാൻ. പകൽ കഴിവോളം കപ്പാനെങ്ങും കഴിവില്ലാഞ്ഞു തപോധന ഭാവം. പകൽ കഴിവോളം കപ്പാനെങ്ങോ കഴിവില്ലാഞ്ഞു തപോധന ഭാവം. തസ്കരണത്തിനു സമയം നോക്കും. അർക്കൻ പോയി മറഞ്ഞൊരു സമയേ തസ്കരണത്തിനു സമയം നോക്കും. തസ്കരണത്തിനു സമയം നോക്കും. സമയം നോക്കും. അർക്കൻ പോയി മറഞ്ഞൊരു സമയേ തസ്കരണത്തിനു സമയം നോക്കും. തസ്കരണത്തിനു സമയം നോക്കും. അർക്കൻ പോയി മറഞ്ഞൊരു സമയേ തസ്കരണത്തിനു സമയം നോക്കും. ഒരു സമയേ തസ്കരണത്തിനു സമയം നോക്കും. അർക്കൻ പോയി മറഞ്ഞൊരു സമയേ തസ്കരണത്തിനു സമയം നോക്കും. ദിക്കുകളൊക്കെ നടന്നുദിനേശനുദിക്കും മുമ്പേ വന്നു കുളിക്കും. കണ്ണുമടച്ചു വിചാരിക്കുന്നത് പെണ്ണുള്ളേടം പണമുള്ളേടം. കണ്ണുമടച്ചു വിചാരിക്കുന്നത് പെണ്ണുള്ളേടം പണമുള്ളേടം. വ്യാധവജസ്സുകൾ കെട്ടുകിരീടി ക്രോധമിയന്നുര ചെയ്താനപ്പോൾ. വ്യാധവജസ്സുകൾ കെട്ടുകിരീടി ക്രോധമിയന്നുര ചെയ്താനപ്പോൾ. നില്ലടവേടാൻ നിന്നുടെ പല്ലുകൾ തല്ലിയുതിർപ്പാൻ ഞാൻ മതിയാകും. ഇല്ലൊരു സംശയമെന്നു പറഞ്ഞു വില്ലു വലിച്ചു കുലച്ചു കിരീടി. നല്ലൊരു ബാണമെടുത്തു തൊടുത്തു മുല്ലശരാരിക്കിട്ടത വിട്ടു. തെല്ലും പഴുതാതവനുടെ നേരെ ചെല്ലുന്നതു കണ്ടമ്പരചാരികൾ. അല്ലൽ മുഴുത്തു വിരണ്ടു തുടങ്ങി. നെല്ലുകുലു
അതിശയം അതിശയം അതിശയമവനുടെ ശരനികരത്താൽ അതിശയമവനുടെ ശരനികരത്താൽ കതിരവനുടെ കിരണങ്ങൾ മറഞ്ഞു അതിശയമവനുടെ ശരനികരത്താൽ കതിരണമണഞ്ഞു കിരണങ്ങൾ മറഞ്ഞു മംഗളം ഈ കഥ കഥനം ചെയ്താൽ മംഗളമായി വരും അഖില ജനാനാം നാരായണ ജയ നാരായണ ജയ നാരായണ ഭഗവാനേ ജയ ജയ അച്യുതനെ അരവിന്ദാക്ഷ ജയ അക്കടൽ വർണ്ണ ചരണം ചരണം. എത്ര നാളുകൾക്ക് ശേഷമാണ് നമ്മൾ അടുത്ത് ഒരു ഓട്ടംതുള്ളലൊക്കെ കാണുന്നതെന്ന് അറിയോ? ശരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ 27 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും അല്ലേ? അസലായിരുന്നു. ഞാൻ നിങ്ങളെല്ലാവർക്കും ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ഷേത്ര കലാരൂപമൊക്കെ പെർഫോം ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ചേച്ചി ഹാപ്പി അല്ലേ? സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, സോ അനുവിന് എന്താ പറയാനുള്ള? എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഓട്ടംതുള്ളൽ ചെയ്യുന്ന ആൾക്കാരോട്. എന്താ വെച്ചാല് വാചികം കൂടെ വേണമല്ലോ. ഞാൻ കഥകളി ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് ഗീതാനന്ദ മാഷയെ പരിചയം ഉണ്ടായിരുന്നു. മാഷാൻ എപ്പോഴും എന്നോട് പറയും തുള്ളലും കൂടെ പഠിക്കാൻ പോവാ. ഞാൻ പറയും മാഷയെ വാചികമായിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. അപ്പൊ ഈ ശബ്ദവും എല്ലാം കൂടെ ഒരുമിച്ച് വേണ്ടേ, താളബോധവും എല്ലാം കൂടെ, വരികൾ ഓർമ്മിക്കണം, മുദ്ര ഓർമ്മിക്കണം. ഭയങ്കര അധ്വാനമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഭയങ്കര സന്തോഷം കാണാൻ പറ്റിയതിൽ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. അപ്പൊ എന്തായാലും അനു വരൂ, നമുക്ക് നമ്മുടെ ഒരു സ്നേഹ സമ്മാനം. യാചിച്ചാൽ പത്തൊൻപത് നമ്മോട് യാചിച്ചാൽ പത്തൻപത് കണകൾ തരുന്നുണ്ടിഹല അൻപോട് നമ്മോട് യാചിച്ചാൽ 19 കണകൾ തരുന്നുണ്ടിഹ ഞാൻ കട്ടുക വന്നാലുടനെ തന്നെ. സോ ഞാൻ വീണ്ടും പറയാണ്, ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ വേദി ഇതേപോലുള്ള പെർഫോമൻസുകൾ, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയായിരുന്നിട്ട് പോലും ഒരുപാട് തിരക്കുകൾക്കിടയിലും ഇങ്ങനെയുള്ള ഒരു കലാരൂപം മനസ്സിൽ കൊണ്ടു നടക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും അങ്ങനെയുള്ള കലാകാരെ കാണാൻ പറ്റുന്നതൊക്കെയാണ് നമ്മുടെ ഈ ഷോയുടെയും ഒരു അഭിമാനം അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള നിമിഷം. അപ്പം എല്ലാവർക്കും, സ്ത്രീകൾക്ക് ശരിക്കും ഒരു എന്താ പറയുക, സ്ത്രീകൾക്ക് എല്ലാവർക്കും മാതൃകയാവുന്ന ഒരു മോട്ടിവേഷൻ ആണ് ശരിക്കും.